സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്ത കൺട്രി ഇതാട്ടോ. ഇതിന് മുന്നേ നേപ്പാൾ പോയിട്ടുണ്ട്, അവിടെ അന്ന് സ്റ്റാമ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു. ഇതാണ് ഫസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ പാസ്പോർട്ട് സ്റ്റാമ്പിങ് വരുന്ന ഒരു ട്രാവൽ. മാഷാ അല്ലാഹ് ഹൈർ. അങ്ങനെ പാസ്പോർട്ടിൽ ആദ്യത്തെ സ്റ്റാമ്പ് പതിയാൻ പോവുകയാണ്. 2015 ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും 2025 ആദ്യത്തെ സ്റ്റാമ്പ് പതിയാൻ പോകുന്നത്. 10 വർഷത്തിൽ ഇടയ്ക്ക് ഒന്ന് പുതുക്കി, കഴിഞ്ഞ 2 മന്ത് ഒന്ന് പുതുക്കിയത്. അപ്പം ഫസ്റ്റ് ട്രിപ്പ്. ഈ ട്രിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നുണ്ട്, ഇന്നലെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള പ്ലാനിങ്ങും യാത്രയൊക്കെ ആയിരുന്നു. കാലിക്കറ്റ് നിന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ KSRTC ബുക്ക് ചെയ്തു. നേരെ അങ്കമാലി ഇറങ്ങി. അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ കൊച്ചി എയർപോർട്ട്. കേരളത്തിൽ മൺസൂൺ ടൈം ആയതുകൊണ്ട് മോർണിംഗ് തന്നെ നല്ല മഴയും കിട്ടി കേട്ടോ. അങ്ങനെ കൊച്ചി എയർപോർട്ടിൽ കാലുകുത്തി. എൻ്റെ ഒപ്പം ഉള്ളത് പാൻ വെക്കേഷൻസിൻ്റെ പാർട്ണർ ഹിജാസ് ആണ്. ഞങ്ങൾ രണ്ടാളും കൂടെയാണ് മാൽദീവ്സ് പോകുന്നത്. സാധാരണ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണ് മാൽദീവ്സ്. എന്താണ് നമ്മുടെ വിധി, അല്ലാതെ എന്ത്. ട്രാവൽ ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ്, എന്തൊക്കെ ഐറ്റംസ് ഹാൻഡ് ബാഗിൽ വെക്കണം, എന്തൊക്കെ ഐറ്റംസ് ലഗേജ് ബാഗിൽ വെക്കണം എന്ന്. ഇതിപ്പോൾ എൻ്റെ മൈക്കാണ്. ഇപ്പോൾ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്. അതായത് പവർ ബാങ്ക്സ്, പിന്നെ ചാർജേഴ്സ്, പിന്നെ പെർഫ്യൂം. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഐറ്റംസ് ആയിട്ടുള്ള കത്രിക, ചിലപ്പോൾ നഖം മുറിക്കുന്ന നഖം വെട്ടി, ഇതൊക്കെ നമ്മൾ ലഗേജ് ബാഗിലാണ് യൂസ് ചെയ്യുന്നത്. ട്രക്കിങ്ങിനൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് ഹൈക്കിംഗ് പോളുണ്ടാവും, അതുപോലെ സെൽഫി സ്റ്റിക്ക്, ഇതൊക്കെ നമ്മൾ ലഗേജ് ബാഗിലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ അവർ പിടിച്ചു കഴിഞ്ഞാൽ, അവിടുന്ന് ഇപ്പം നമ്മൾ ഹാൻഡ് ബാഗിൽ പിടിച്ചു കഴിഞ്ഞാൽ അവർ അത് ചിലപ്പം വിട്ടു തരില്ല. ഡിപ്പെൻഡ്സ് ഓൺ അവിടുത്തെ ഓഫീസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. നല്ല ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കൈയും കാലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ വിട്ടു തരും. ഇത് നമ്മുടെ ഡ്രോണിൻ്റെ ബാഗാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ ഇത് ചെക്കിൻ ബാഗിലായിരുന്നു സാധനം, അത് നേരെ ഹാൻഡ് ബാഗിലോട്ട് മാറ്റുകയാണ്. ഇതിൻ്റെ പാൻറ്റൊക്കെ ഇതിൽ ഡേ ഉണരൂ പോവാത്ത ഉണരൂ. കണ്ടന്റ് എന്തുറക്കടാ, എന്തുറക്കട് ഇപ്പൊ ബന്ധവിടെ ഇതിൽ പടായതാ. ഉഷാറായി നിൽക്കൊരു ട്രിപ്പൊക്കെ പോവല്ലേ, എന്ത് ഇങ്ങനെ ഉഷാറായി. ഇനിയിപ്പോൾ ചെക്കിൻ ചെയ്യാൻ പോകണം. 9:55 ഫ്ലൈറ്റ് വരുന്നത്. ഏകദേശം 10:55 ആകുമ്പോൾ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു, വേറെ ഡിലേ ഒന്നും ഇല്ലെങ്കിൽ. അങ്ങനെ ബാഗൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇൻഡിഗോയുടെ കൗണ്ടറിലേക്ക് പോവുകയാണ്. അവിടെ എത്തി ബാഗൊക്കെ എല്ലാം ചെക്ക് ഇൻ ചെയ്ത് അപ്പോഴാണ് അവർ പറയുന്നത് മാൽദീവ്സിൽ പോവുകയാണെങ്കിൽ ഡേ ബേസിൽ $100 നമ്മൾ കീപ്പ് ചെയ്യണം. ഞങ്ങൾ 4 ഡേയ്സിനാണ് പോകുന്നത്. സോ $400 നമ്മളെ കയ്യിൽ വേണം എന്ന് അവർ അപ്പോഴാണ് പറയുന്നത്. അങ്ങനെ മണി എക്സ്ചേഞ്ചിൽ പോയി ഞങ്ങൾ $500 കൺവേർട്ട് ചെയ്ത്. മണി എക്സ്ചേഞ്ചിന് ഏറ്റവും നല്ലത് നമുക്ക് ഔട്ട്സൈഡ് കൗണ്ടേഴ്സാണ്. എയർപോർട്ടിലാകുമ്പോൾ നമുക്ക് GSTയും എക്സ്ചേഞ്ച് ചാർജും കുറച്ച് കൂടുതലാണ്. അങ്ങനെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഗേറ്റിൻ്റെ അടുത്തെത്തി. ചെക്കിങ് കുറച്ച് ടാസ്ക് തന്നെ. എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പം സാധാരണ എൻ്റെ ഒരു അറിവിൽ ഡ്രോണൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ബട്ട് ഇൻഡിഗോൻ്റെ ചെക്കിൻ്റെ അവിടെ നിന്ന് പറഞ്ഞത് ക്യാമറ ലഗേജിൽ പോകണം, ബാറ്ററീസ് നമുക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല, ഡ്രോണ് നമുക്ക് ഹാൻഡ് ബാഗിൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി കാര്യങ്ങളിലൊരു ചെറിയൊരു ബേജാറുണ്ട്. ഇതത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് ആർമീൻ്റെ അടുത്ത് എത്തിയപ്പം ഞാൻ അറിയാതെ ഡ്രോണിൻ്റെ ചെറിയൊരു ടൂളയിൽ വെച്ച്. അപ്പം അത് ചെറിയൊരു ഇഷ്യൂ ആയി. അപ്പോൾ കയ്യും കാലൊക്കെ പിടിച്ചിട്ടാണ് ആളെടുത്ത് നിന്ന് അത് വാങ്ങിച്ചെടുത്ത്. വിജാസ് വിശക്കുണ്ടോ? രാത്രി ഫുഡ് കഴിച്ച് കയറിയതാ. പിന്നെ ഒരു ചായയും കുടിച്ച് രാവിലെ ഒന്നും കഴിച്ചില്ല. ഇപ്പോൾ $1 പേ ചെയ്തിട്ട് മാലിയിൽ നിന്ന് കഴിക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ജോസേ, അവിടെ $1 കൊടുക്കുമ്പോൾ പൈസ കൂടും, ഇവിടുന്ന് ഒന്നും കഴിക്കണോ? എനിക്ക് $1 പേ ചെയ്ത് ഇപ്പം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും $1 വിഷയം. എന്തായാലും പോയൊക്കെ ഇറങ്ങിയല്ലേ. ബോർഡിംഗ് ടൈം കുറച്ച് ലേറ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1.5 മണിക്കൂർ റണ്ണിങ് ഉള്ളൂ കൊച്ചി ടു മാൽദീവ്സ്. ആ കാണുന്നതാണെന്ന് ഫ്ലൈറ്റിൽ നിന്ന് തോന്നുന്നു നമ്മൾ പോകുന്നത്. ഇൻഡിഗോൻ്റെ വണ്ടികളൊക്കെ കാണുന്നുണ്ട്.
കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ക്യൂ തന്നെയാണ് കിട്ടിയത്. എന്താണെന്ന് വെച്ചാൽ മാക്സിമം ഡിലേ ആയിട്ടാണ് അവർ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. അപ്പം ലേറ്റായി വന്നവരൊക്കെ ഒപ്പമാണ് കയറിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലെത്തി. ആ തിരിഞ്ഞ് നടക്കുന്ന ആൾ കൊടിയൊക്കെ വീശി അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ഓൺ ആയി. വ്യൂ കിട്ടില്ല വ്യൂ കാണിച്ചു. ഫ്ലൈറ്റ് നല്ല രീതിയിൽ ഉയർന്നു. ഇപ്പം മേഘങ്ങൾക്കിടയിലൂടെയാണ് യാത്ര. അടിയിൽ എന്തോ പച്ചപ്പ്, കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി ലൈറ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഏതൊക്കെയോ വാട്ടർ ഏരിയ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, കൊച്ചിയിലെ വാട്ടർ ഏരിയ. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ മാലദ്വീപ്സ് ഏരിയ നമ്മൾ മാലദ്വീപ്സ് എത്തിയിരിക്കുന്നു. അയ്യാ എന്തല്ല വ്യൂ. നമ്മൾ മാലദ്വീപ്സിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് കറക്റ്റ് നമുക്ക് ഫ്ലൈ ചെയ്യുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈമിൽ നമുക്കത് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ പോലെ കാണാൻ പറ്റുന്നുണ്ടല്ലേ, ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട്. ഞാനിപ്പോൾ ലക്ഷദ്വീപ് പോയപ്പോൾ ലക്ഷദ്വീപിൽ പക്ഷേ ഇങ്ങനെ ഒരു ലാൻഡ്സ്കേപ്പ് അല്ല എനിക്ക് കാണാൻ പറ്റിയത്. മാലദ്വീപ്സിൻ്റെ ലാൻഡ്സ്കേപ്പ് വേറെ തന്നെ ഒരു രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ മാലദ്വീപ്സിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാനായി. ഇപ്പം നിങ്ങൾ കാണുന്നത് മാലി സിറ്റി ആട്ടോ. ഈ നമ്മൾ ഇറങ്ങുന്ന ലൊക്കേഷൻ ആക്ച്വലി എയർപോർട്ട് ദ്വീപ് എന്ന് പറയും. ആക്ച്വലി ഈ ദ്വീപിൽ എയർപോർട്ട് മാത്രമേ ഉള്ളത്. എയർപോർട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫീസുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അവിടുന്ന് നമ്മളൊരു ബ്രിഡ്ജ് കടന്നിട്ട് വേണം മാലി സിറ്റിയിലോട്ട് പോകാൻ. അങ്ങനെ ഏകദേശം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞങ്ങൾ ബസ്സിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഒരു പുതിയ രാജ്യത്ത് കാല് കുത്താൻ പോവുകയാണ്. ബസ്സിൽ കയറി ഇങ്ങോട്ടുള്ള യാത്ര ടൈമിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആട്ടെ. നമുക്ക് ആകെ 1.5 മണിക്കൂറാണ് ഇങ്ങോട്ടുള്ള റണ്ണിങ്. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു. എയർപോർട്ടിൽ ഇറങ്ങി ആദ്യം ചെയ്തത് നമ്മുടെ ഇമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. അവിടെ നമ്മുടെ പാസ്പോർട്ട് കാണിച്ചു കൊടുത്തു. എല്ലാം സ്മൂത്തായിട്ട് തന്നെ കഴിഞ്ഞു. ഇവിടെ ഇറങ്ങിയപ്പം നമ്മളടുത്ത് ആദ്യം പറഞ്ഞ 400 USD ഒന്നും അവർ ചോദിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ലഗേജ് ബാഗൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ്. വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റിസോർട്ട്സിൻ്റെ കൗണ്ടേഴ്സ് കാണാം. ഇവിടെ ഒരുപാട് റിസോർട്ട്സിൻ്റെ കൗണ്ടേഴ്സ് കാണാം. നമുക്കിപ്പം ഒന്നെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ട്സ് അവർ നിങ്ങൾ നെയിമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ആരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടേഴ്സ് നോക്കിയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ പോവുക, നിങ്ങളെ പേര് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക, അവർ ഡീറ്റെയിൽസ് തരും. ഇതേപോലെ ബാഗിൽ കെട്ടിത്തരും അവർ. ഇതാണ് നമ്മൾ പോകുന്ന റിസോർട്ട്. അതാരെ അവിടുത്തെ ഇത് മാനേജ് ചെയ്യുന്ന ആളാണിത്. ഇത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന വ്യൂ ആട്ടത്. ഡയറക്റ്റ് സീ വ്യൂ. ഏതാ വ്യൂ അല്ലേ? രക്ഷമില്ലാത്ത വ്യൂ. അവിടെ ജസ്റ്റ് റൈറ്റോട്ട് വാക്ക് ചെയ്ത് വന്നാൽ മാലദ്വീപ്സിൻ്റെ ഫ്ലാഗ് കാണാം. അതിൻ്റെ അടുത്ത് തന്നെ മാലദ്വീപ്സിൻ്റെ നെയിം ബോർഡ് കാണാം. നമുക്ക് എന്തായാലും ഒരു അരമണിക്കൂറൊക്കെ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ചിലപ്പം വെയിറ്റിംഗ് ഉണ്ടാവും. ബോട്ടിങ്ങിൽ ഫ്ലൈറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ആ റിസോർട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടാട്ടോ. അപ്പം ഇവിടെ വന്നിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോവാം. 1 2 അല്ലെങ്കിൽ 10 ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വണ്ടികൾ വലിയ ബഹളമൊന്നുമില്ല. ആരും അതിങ്ങനെ ഹോൺ അടിക്കുന്നില്ല. എല്ലാവരും സമാധാനമായിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, കേരളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു വണ്ടി ജസ്റ്റ് മുമ്പിലുണ്ടെങ്കിൽ പോലും ചുമ്മാ ഇങ്ങനെ ഹോൺ അടിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. അത് ഞാനടക്കമുള്ള ആളുകളിൽ അതുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഇവിടെ വന്നപ്പം ആർക്കും അധികം തിരക്കൊന്നുമില്ല. എല്ലാവരും സമാധാനപരമായിട്ട് ഒന്ന് സ്ലോ ലൈഫാന്ന് തോന്നുന്നു ഇവിടെ കേട്ടോ. ടോട്ടലി എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം. കാർ കൾച്ചർ അടിപൊളിയാട്ടോ. എല്ലാ വണ്ടി അത്യാവശ്യമൊക്കെ ഒരു അൾട്രേഷനൊക്കെ ചെയ്ത് നല്ല ലുക്കാക്കിയിട്ടുള്ള വണ്ടികളാണ്. കൂടുതലും ടൊയോട്ടൻ്റെ വണ്ടികളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഷിഫ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. ഷിഫ്റ്റ് പിന്നെ എല്ലായിടത്തും ഉണ്ട്. അതുണ്ട്, നിസാൻ്റെ വാനുണ്ട്. നിങ്ങൾ നേരത്തെ ഫ്ലൈറ്റിൽ ഇറങ്ങുമ്പോൾ കണ്ട ഒരുപാട് ചെറിയ ചെറിയ ദ്വീപുകൾ കണ്ടില്ലേ? അതുപോലെ 1192 ദ്വീപുകളാണ് മാലദ്വീപ്സിലുള്ളത്.
അതിൽ തന്നെ 200ഓളം ദ്വീപുകളാണ് ആൾത്താമസമുള്ളത്. അതായത് അവിടുത്തെ ലോക്കലും അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കിനൊക്കെ വന്ന ആളുകളൊക്കെ ആയിത്തീരും. ഇവിടുത്തെ കറൻസി വരുന്നത് മാലദ്വീപൻ റുഫിയ എന്ന് പറഞ്ഞതാണ് ഒഫീഷ്യൽ കറൻസി. ബട്ട് നമുക്കൊക്കെ അതായത് ട്രാവലേഴ്സിനൊക്കെ കൂടുതലും ഈ USD ആണ് കാൽക്കുലേഷൻ വരെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് USD ആണ് നമുക്ക് അവിടെ കൊടുക്കാൻ ഈസി കൺവേർഷൻ. ഏകദേശം ഇന്ത്യൻ മണി ₹1 എന്ന് പറയുന്നത് 5.56 റുപ്പീസാണ് നമുക്ക് വാല്യൂ. ഇവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ദിവേഹി എന്ന് പറഞ്ഞ ലാംഗ്വേജാണ്. ഏകദേശം അറബിക് ലാംഗ്വേജ് സിമിലർ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആട്ടോ ഇത് വരുന്നത്. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് റിസോർട്ടിലോട്ട് 2 രീതിയിലാണ് നമുക്ക് പോകാൻ പറ്റുക. ഒന്ന് ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ബോട്ട്, പിന്നെ സീ ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. മലയാളീസ് ആണോ? മലയാളീസ് അല്ല അല്ലല്ലേ? ഓക്കെ, നൈസ് ടു മീറ്റ് യു. ചേട്ടൻ മലയാളി അല്ല, എരപ്പാളിയാണ് അറിയില്ല. 12:53 വാച്ചിൽ ഫോൺ കാണിക്കുന്നു നോട്ടെ. ഓ, മാലദ്വീപ്സിൽ 12:22, നാട്ടിൽ 12:52 അല്ലേ? 1/2 മണിക്കൂർ നേരത്തെ നമ്മൾ. യെസ്, നമ്മളോട് എന്താ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ $100 വെച്ചിട്ട് $400 വേണമെന്ന് പറഞ്ഞേ. പറയേ, $400 വേണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എന്തായാലും ചെക്ക് ചെയ്യുന്നു പറഞ്ഞു. പറഞ്ഞിട്ടില്ല. വെറുതെ 10,000 രൂപ മുടക്കി $800 വാങ്ങി നമ്മൾ പാരായി. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇങ്ങനത്തെ റോങ് ഇൻഫർമേഷൻസ് ആട്ടോ കിട്ടുക ട്രാവൽ ചെയ്യുന്ന ടൈമിൽ. മേ ബി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചില നമ്മളിപ്പോൾ വന്ന ഒരാളുണ്ട്, ഷുഹൈബ് തന്നെ. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല എന്നാ പറഞ്ഞു പുള്ളിയുടെ അടുത്ത്. എന്താണെന്ന് അറിയില്ല. മിനിമം $300 നമ്മൾ മാലദ്വീപ്സിലോട്ട് വരുമ്പോൾ കൈ വെക്കണം. അങ്ങനെ ബോട്ട് വന്നിരുന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇവിടുത്തെ സ്റ്റാഫ് വിളിച്ചിട്ടുണ്ട്. ബോട്ടിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇനി കടൽ കാഴ്ചകൾ കാണാം. ഓക്കെ.